നന്ദിയുണ്ട് പ്രിയ ഇവാൻ, ഞങ്ങളിലേക്ക് വന്നതിന്, ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന്, ഞങ്ങളിലെ യഥാർത്ഥ ശക്തിയെ കാണിച്ചു തന്നതിന്. ഇന്ന് നിങ്ങളുടെ വിടവാങ്ങൽ വാർത്ത ഞങ്ങളെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സുകളിൽ നിങ്ങളെന്നും നിലനിൽക്കപ്പെടും. മഞ്ഞപ്പടയാളികളുടെ സ്വപ്നങ്ങൾക്ക് പുത്തൻ ചിറകുകൾ നൽകിയ നിങ്ങൾ എന്നും ഈ ജനമനസ്സുകളിൽ ഓർമ്മിക്കപ്പെടും. താങ്ക് യു ഇവാൻ. ചിറകുകൾ നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട ഒരു ടീമും അതിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ജനതയും ഉണ്ടായിരുന്നു. തോൽവികൾ നിരന്തരം വേട്ടയാടിയിരുന്ന, വിജയങ്ങളെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന, പരിഹസിക്കപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന ഒരു ജനത. ആ ജനമനസ്സുകൾക്കിടയിലേക്കാണ് നേട്ടങ്ങളുടെ അമിതഭാരമില്ലാതെ, പ്രശസ്തിയുടെ ചാർത്തപ്പെടലുകളില്ലാതെ, കിരീടവും ചെങ്കോലുമില്ലാതെ ആ രാജാവിൻ്റെ അരങ്ങേറ്റം. അന്നുവരെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മോഹങ്ങൾക്ക് പുത്തൻ ചിറകുകൾ നൽകിക്കൊണ്ടുള്ള അയാളുടെ കടന്നുവരവ്. ചരിത്രത്താളുകളിൽ ഇന്നതെല്ലാം സുവർണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും മായാത്ത, ഒരിക്കലും മറക്കാത്ത മധുരമേറും ഓർമ്മകളായി. സെർബിയക്കാരനായ ഇവാൻ വുക്കോമനോവിച്ചിന് കീഴിൽ അത്ര നല്ല തുടക്കമായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. വുക്കോമനോവിച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി കളിക്കാൻ ഇറങ്ങിയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിനായിരുന്നു. അന്ന് ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ നേവി ഫുട്ബോൾ ടീമിനെതിരെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നേടിയ ഏക പെനാൽറ്റി ഗോളിന്റെ പിൻബലത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയത്. പക്ഷേ അതിനുശേഷം നടന്ന 2 മത്സരങ്ങളിലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയ ടീമിന് ടൂർണമെന്റിൽ നിന്നും നോക്കൌട്ട് കാണാതെ പുറത്താവേണ്ടി വന്നു. പിന്നീട് ISLന്റെ 8ാം സീസണിലെ ആദ്യ മത്സരത്തിനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് 2-നെതിരെ 4 ഗോളുകൾക്ക് ATK മോഹൻ ബഗാൻ എന്നറിയപ്പെട്ടിരുന്ന നിലവിലെ മോഹൻ ബഗാൻ സൂപ്പർ ഗെയിൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് 8ാം സീസണിന് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന 2 മത്സരങ്ങളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടും ബംഗളൂരു FCയോടും സമനിലയും വഴങ്ങി. ചരിത്രത്തിന്റെ തനി ആവർത്തനമെന്ന് പലരും പറഞ്ഞു തുടങ്ങിയ നിമിഷം. പക്ഷേ അവിടെ മുതൽക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പുനർജനനം, പുതിയ ചരിത്രങ്ങളുടെ തുടക്കം. പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ സംഭവ വികാസങ്ങളും മനസ്സിലെന്നും കുളിരണിയിപ്പിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഒഡീഷ FCക്കെതിരെ സീസണിലെ 4ാം മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് വിജയിച്ചു കയറിയ ബ്ലാസ്റ്റേഴ്സ് അവിടെ നിന്നങ്ങോട്ട് ചരിത്രയാത്രകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് വിജയങ്ങൾ തുടർക്കഥകളാക്കിയ ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ ലീഗിന്റെ തലപ്പത്ത് വരെ എത്തിയിരുന്നു. അധിക നാളൊന്നും ആ സ്ഥാനം ടീമിന് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിച്ചതാണ് ആ 1ാം സ്ഥാനം. അതിന്റെ ഓർമ്മകൾ ഇന്ന് പല വീടുകളിലെ ചുവരുകളിലും പതിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. നടന്നതെല്ലാം മനോഹരം. അവിടെ നിന്നങ്ങോട്ട് സെമിയും ലീഗ് ഷീൽഡ് വിന്നേഴ്സായ ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലും. എല്ലാം ഒരു സ്വപ്നകുതിപ്പ് തന്നെയായിരുന്നു. ഫൈനലിലേറ്റ പരാജയം ഒഴിച്ചു നിർത്തിയാൽ എല്ലാ നിലക്കും തൃപ്തി നിറഞ്ഞ ഒരു സീസൺ. അതിന് പിന്നിലെല്ലാം ആ മനുഷ്യന്റെ കരങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. അയാളുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് സ്റ്റീവ് കോപ്പൽ എന്ന നമ്മുടെ ആദ്യ ആശാന് ശേഷം ആ വിളിപ്പേര് ഇവാനിലേക്കും വന്നെത്തിയത്. ഇങ്ങനെയാണ് ആ മനോഹര കഥക്ക് തുടക്കമാവുന്നത്. ഇന്നതെല്ലാം കണ്ണലിയിപ്പിക്കുന്ന ഓർമ്മകളായി മാറുന്നു. നേട്ടങ്ങളേറെ സ്വന്തമാക്കിയ സ്വപ്നതുല്യമായ ഒരു സീസണിന് ശേഷം ISL അതിന്റെ 9ാം സീസണിലേക്ക് പ്രവേശിച്ചു. ആദ്യ മത്സരം കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളായ കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തൻ വമ്പന്മാരായ ഈസ്റ്റ് ബംഗാളും തമ്മിൽ. മത്സരം അരങ്ങേറുന്നത് കൊച്ചിയുടെ മണ്ണിലാണ്. നിരവധി മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചെങ്കിലും സ്വന്തം കാണികൾക്ക് മുന്നിൽ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഇവാൻ ഇത് ആദ്യ മത്സരമാണ്. കലൂരിലേക്ക് ആരാധക പ്രവാഹം ഒഴുകിയെത്തി. മത്സരം ആരംഭിച്ചു. ആദ്യ പകുതി ഗോൾ രഹിതം, 2ാം പകുതിയും ആരംഭിച്ചു. സമനിലയിലേക്ക് എന്ന് തോന്നിച്ച മത്സരത്തിന്റെ 71ാം മിനിറ്റിൽ വലതു വിങ്ങിൽ നിന്നും ഒരു നീളമേറിയ ലോങ് ബോൾ വിംഗ് ബാക്ക് ഹർമൻജോത് കബ്ര കൊടുത്തുവിടുന്നു. ആ പന്തിലേക്ക് ഓടിയെത്തിയ അഡ്രിയാൻ ലൂണ നിലം തൊടും മുമ്പേ ആ പന്തിനെ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുന്നു. ആരാധക ആവേശത്താൽ അന്ന് ആ സ്റ്റേഡിയത്തിലെ പുൽത്തകിട് പോലും വിറച്ചുപോയിട്ടുണ്ടാവും. പിന്നീട് പകരക്കാരനായി വന്ന ഉക്രൈനിയൻ താരം ഇവാൻ കലിയൂഷ്നിയുടെ വക 2 മനോഹര ഗോളുകൾ. മത്സരം അങ്ങനെ 3-1 എന്ന സ്കോർ ലൈനിൽ അവസാനിച്ചു. അന്ന് വിജയത്തെക്കാൾ കൂടുതൽ കോച്ചിനോടൊപ്പമുള്ള ആഘോഷമായിരിക്കും ആരാധകർ ആസ്വദിച്ചത്. ഇന്നും ആ നിമിഷങ്ങൾ മനസ്സിനെ കുളിരണിയിപ്പിക്കും. ആ സീസണിൽ ഉയർച്ച താഴ്ചകൾ ടീമിൽ സംഭവിച്ചെങ്കിലും നമ്മൾ 5ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി. പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായി വന്നത് ചിരവൈരികളായ ബംഗളൂരു FC. അന്നാ മത്സരം ഒരു വിവാദ ഗോളിന്റെ പേരിലായിരുന്നു അവസാനിച്ചത്. ബ്ലാസ്റ്റേഴ്സ് അന്ന് പാതി വഴിക്കൽ വെച്ച് മത്സരം ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തു. അന്ന് ആശാനെടുത്ത ആ കടുപ്പമേറിയ നിലപാട് ആരാധകർക്കിടയിൽ കയ്യടികൾ നേടി, പിന്തുണകൾ ഉയർന്നു. എന്നാൽ അതിനു പുറകെ ടീമിനൊരു ഭീമൻ തുക പിഴയും കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിന് 10 മത്സരങ്ങളുടെ വിലക്കും വന്നു ചേർന്നു.
പക്ഷേ അവിടം കൊണ്ടും തീർന്നിരുന്നില്ല അയാളുടെ കഥ. ടീം അദ്ദേഹത്തെ തന്നെ വീണ്ടും പരിശീലകനായി നിലനിർത്തി 10 മത്സരങ്ങളുടെ വിലക്ക് കഴിയുവാനായി കാത്തിരുന്നു. ഇതിനിടയിൽ സൂപ്പർ കപ്പും ഡ്യൂറന്റ് കപ്പും വന്നതോടെ 6 മത്സരങ്ങൾ ആ രീതിയിൽ കടന്നുപോയി. ISL 10ാം സീസൺ ആരംഭിച്ചു. ആദ്യ മത്സരങ്ങളിൽ അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് ഡോവൻ ടീമിനെ നയിച്ചു. ആദ്യ മത്സരം വന്ന് കളി ഉപേക്ഷിച്ച അതേ ടീമിനെതിരെ തന്നെയായിരുന്നു. ആശാനില്ലെങ്കിലും ആ പ്രതികാരം അവിടെ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് തീർക്കുകയും ചെയ്തു. ആദ്യ 4 മത്സരങ്ങൾ കടന്നുപോയി. സീസണിന് നല്ലൊരു തുടക്കം ലഭിച്ചു. ബ്ലാസ്റ്റേഴ്സ് 5ാം മത്സരത്തിനിറങ്ങുകയാണ്. കരുത്തരായ ഒഡീഷ FCക്കെതിരെയാണ് മത്സരം. 10 മത്സരങ്ങളുടെ വിലക്കിന് ശേഷം ആശാന്റെ തിരിച്ചുവരവ്. അന്ന് മത്സരത്തിന് മുമ്പും മത്സരവും മത്സരത്തിന് ശേഷവും നടന്നതെല്ലാം ഒരു ത്രില്ലർ സിനിമ തന്നെ എന്ന് പറയാം. അന്ന് ആശാനെ വരവേൽക്കുവാനായി മഞ്ഞപ്പട ഒരുക്കിയ സ്വീകരണം തികച്ചും വർണ്ണവിസ്മയം തന്നെ. അതിനു പുറകിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളും കയ്യടി അർഹിക്കുന്നു. ഡിയാഗോ മൊറീഷ്യയുടെ ഗോളിൽ ലീഡെടുത്ത ഒഡീഷ FCയെ പകരക്കാരനായി ഇറങ്ങി വന്ന് ഡിയമൻഡാക്കോസ് ഈക്വലൈസർ ഗോൾ നേടിക്കൊടുത്തതും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ വിന്നിംഗ് ഗോൾ നേടിയതും ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് നിർണായക പെനാൽറ്റി സേവ് നടത്തി കളിയുടെ ഗതിയെ മാറ്റിമറിച്ചതും ഈ തിരിച്ചുവരവിന്റെ ആവേശം ഇരട്ടിയാക്കി. ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു തുടക്കമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ലഭിച്ചത്. ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ 12 മത്സരങ്ങളിൽ നിന്നായി 8 വിജയം, 2 സമനില, 2 തോൽവി എന്നിങ്ങനെയായി പോയിന്റ് ടേബിളിന്റെ 1ാം സ്ഥാനത്തായിരുന്നു ടീമിന്റെ സ്ഥാനം. പക്ഷേ ഈ സീസണിൽ പരിക്കുകൾ നമ്മെ ഒരു പരിധിയിലേറെ തകർത്തു കളഞ്ഞു. ആ പരിക്കുകളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടും ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അയാളാൽ കഴിയുന്നതെല്ലാം ടീമിന് വേണ്ടി അയാൾ ചെയ്തിട്ടുണ്ട്. ഈ സാമ്രാജ്യം വിട്ട് പടിയിറങ്ങുമ്പോൾ ഈ ടീമിനൊരു അടിസ്ഥാനവും അയാൾ നൽകിയിട്ടുണ്ട്. വളരെ വിഷമത്തോടെ തന്നെയാണെങ്കിലും ഈ പടിയിറക്കം അത് അനിവാര്യമേറിയ ഒന്ന് തന്നെയാണ്. കാരണം അത് അയാളുടെ പരിമിതികൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇനിയും അർഹിക്കുന്നുണ്ട്. ഇവാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മൾക്കൊരു മികച്ച സിസ്റ്റം ബിൽഡ് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഒരു പുതിയ ചാണക്യൻ അത്യാവശ്യമാണ്. അതിനാൽ നടന്നതെല്ലാം നല്ലതിനു വേണ്ടി മാത്രമെന്ന് നമുക്ക് കരുതാം. നല്ലൊരു നാളേക്കായി ഈ വിഷമങ്ങളെ നമുക്ക് മറന്നു കളയാം. ഒരിക്കൽ കൂടി 1000 നന്ദി പ്രിയ ആശാൻ. നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ ശക്തിയെ കാണിച്ചു തന്നത്. ഞങ്ങളോട് ഇത്രയധികം അടുപ്പം പുലർത്തിയ മറ്റൊരു പരിശീലകനും ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളെ ഞങ്ങൾ എന്നും ഓർക്കപ്പെടും. വി വിൽ റിയലി മിസ് യു ഇവാൻ.